നമസ്കാരം. ആക്ടർ ബാല എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആക്ടർ ബാലയ്ക്കെതിരെ വീണ്ടും കേസ് കൊടുത്തിട്ടുള്ളത് മറ്റാരുമല്ല, ആദ്യ ഭാര്യയായിട്ടുള്ള അമൃത സുരേഷ് തന്നെയാണ് കേസുമായി വന്നിട്ടുള്ളത്. കേസിന്റെ കാര്യം മറ്റൊന്നുമല്ല, വഞ്ചന കുറ്റമാണ്. വഞ്ചിച്ചത് മറ്റാരുമല്ല, സ്വന്തം മകളെ തന്നെയാണ്. ഏത് രീതിയിൽ എങ്ങനെ വഞ്ചിച്ചു എന്നല്ലേ ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. എന്താ മകൾക്ക് മെച്യൂർ ആയതിനു ശേഷം മാത്രം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ് മാത്രമല്ല, എന്നിട്ട് ആ ഒരു ഫുൾ പേജ് ഫോർജ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, മൊത്തം വ്യത്യാസം. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. അമൃത സുരേഷിനും ബാലയ്ക്കും ഒരു മകളുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവുന്ന സമയത്ത് കോടതി മകളെ വിട്ടത് അമൃത സുരേഷിന്റെ ഒപ്പമായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആവുന്ന സമയത്ത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ മകൾക്ക് വേണ്ടി ഒരു തുക മാറ്റിവെക്കേണ്ട ഒരു കടമയുണ്ട്. അപ്പോൾ അമൃതയുടെ കൂടെയാണ് കോടതി ഈ കുട്ടിയെ വിട്ടിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ബാല 15 ലക്ഷം രൂപ മകൾക്ക് കൊടുക്കണം എന്നായിരുന്നു എഗ്രിമെന്റ്. ഒരു FD ഇട്ട് വെക്കണം എന്നായിരുന്നു എഗ്രിമെന്റ്. അതുകൂടാതെ 7 വർഷം 1 ലക്ഷം രൂപ വെച്ച് ഒരു LIC പോളിസി അടയ്ക്കേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു LIC പോളിസി അടയ്ക്കുന്ന സമയത്ത് ആ അടച്ചതിൻ്റെ റെസിപ്റ്റ് ഇവർക്ക് കൊടുക്കുകയും വേണം എന്നുള്ളതായിരുന്നു എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇട്ട 15 ലക്ഷം രൂപ FD അത് മകൾക്ക് മാത്രമേ, മകൾ മെച്യൂർഡ് ആയതിനു ശേഷം മകൾക്ക് മാത്രമേ ആ ഒരു FD പിൻവലിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് ആകെ ആ കുട്ടിയുടെ പേരിൽ മകൾക്ക് എന്ന് പറഞ്ഞിട്ട് ബാല കൊടുക്കേണ്ട ഒരു തുക 15 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ നമ്മൾക്കറിയാം 15 ലക്ഷം രൂപ കൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം അതും കഷ്ടിച്ചേ നടക്കുള്ളൂ. എവിടെയാണോ പഠിക്കുന്നത്, ഏത് കോഴ്സാണോ പഠിക്കുന്നത് അനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പെൺകുട്ടിയാണ്, കല്യാണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ വെറും 15 ലക്ഷം രൂപ മാത്രമാണ് ബാലയോട് മാറ്റിവെക്കാനായിട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് മകൾക്കായിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ അത് ഫിക്സഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമായി ഒരു എഗ്രിമെന്റ് ഇവരുടെ ഒരു ഈ ഡിവോഴ്സിന്റെ നടക്കുന്ന സമയത്ത് ഒരു പേപ്പർ ഫുള്ളായിട്ട് ഇവരുടെ ഉണ്ടായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും ഈ അമൃത സുരേഷിന് ഒരു കുറച്ച് പേപ്പേഴ്സ്, ഈ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേപ്പേഴ്സ് ഹൈക്കോടതിയിൽ നിന്നും ഇവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ പേപ്പർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും ഈ കുട്ടിക്കിട്ട FDയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേപ്പറിൽ അത് മൊത്തമായി മാറിയിരിക്കുകയാണ്, അത് മൊത്തമായി മാറ്റിയിരിക്കുകയാണ്. ആ അമൃത സുരേഷിന്റെ ഒപ്പ്, സൈൻ അടക്കം മാറ്റിയിട്ടാണ് ആ ഒരു പേപ്പർ വേറെ ഒരു പേപ്പറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ സംശയം തോന്നി അമൃത സുരേഷ് ആ ബാങ്കിലേക്ക് വിളിച്ചു ചോദിക്കുകയാണ്. അപ്പോഴാണ് അറിയുന്നത് ആ FD ബാല തന്നെ പിൻവലിച്ചു, ബാല തന്നെ ആ എമൗണ്ട് എടുത്തിരിക്കുകയാണ് സംഭവം. ഇതിനെയാണ് വഞ്ചന കുറ്റം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുള്ളത്. ഹൈക്കോടതി വരെ എത്തിയൊരു കാര്യമാണ് ഇത്. അപ്പൊ കോടതിനെ കൂടെ വഞ്ചിച്ചിട്ടാണ് നടൻ ബാല ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെതിരെയാണ് അമൃത സുരേഷ് കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കമന്റ്സ് ഇതിന്റെ ഇടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛന് വേണ്ടാത്ത മകൾക്ക് എന്തിനാണ് അച്ഛന്റെ പണം, എന്തിനാണ് അച്ഛനെ വേണ്ടാലോ, പിന്നെ എന്തിനാണ് അവരുടെ പൈസ? അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമന്റ്സ് അമൃത സുരേഷിനെയും മകളെയും കുറ്റപ്പെടുത്തിയിട്ടുള്ള കമന്റ്സ് കൂടുതലും ഉണ്ടായിരുന്നത് കമന്റ് ബോക്സിൽ. അപ്പൊ ഇതിൽ അമൃത സുരേഷോ മകളോ പറയുന്നത് പണം വേണമെന്നോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ഇൻഷുറൻസ് പോളിസിന്റെ റെസിപ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് അടയ്ക്കുന്നുമില്ല, റെസിപ്റ്റ് ഇവർക്ക് കൊടുക്കുന്നുമില്ല. അതുമായി ബന്ധപ്പെട്ടൊന്നും അമൃത സുരേഷ് ഇതുവരെയും ആ ഒരു കേസിന് പോകുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് ഈ കോടതിനെ കൂടെ പറ്റിച്ചോ, ഒരു കള്ള സൈനിട്ട് പറ്റിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ കേസിന് പോയിട്ടുള്ളത്. അല്ലാണ്ട് അവരുടെ പൈസ വേണമെന്നോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് എഗ്രിമെന്റ് തെറ്റിച്ചത് കൊണ്ട് മാത്രം, അതുകൊണ്ടാണ് കേസിന് പോയിട്ടുള്ളത്. നമ്മൾ ഇതൊരു കേസായിട്ട് മുമ്പോട്ട് പോകണം, നമുക്ക് അങ്ങനെ ഒരു കേസായിട്ട് പോകാനൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. കാരണം പാപ്പുവിനാണെങ്കിൽ പോലും ഞാനാണിപ്പോൾ അവളുടെ ഗാർഡിയനല്ലേ, അപ്പോൾ അവൾക്ക് അവകാശപ്പെട്ട ഒരു സംഭവമാണ്. അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്യൂറായിട്ട് ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ്, അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമല്ലേ. നമുക്ക് ആകെ പിന്നെയെന്ന് പറയുമ്പോഴത്തേനും ബാലയുടെ നല്ല സ്വഭാവം കൊണ്ട് അല്ലല്ലോ ഇപ്പൊ അമൃത സുരേഷും ബാലയും ഡിവോഴ്സ് ആയത്. അതുപോലെ തന്നെ ഈ ബാല എന്ന് പറയുന്ന വ്യക്തി സെക്കൻഡ് മാരേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എലിസബത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരെയും ഡിവോഴ്സ് ചെയ്തു. ഇപ്പൊ മൂന്നാമതും വിവാഹം ചെയ്തിരിക്കുകയാണ്, കോകില എന്ന് പറയുന്നവർ. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവരുടെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് അവർ പോകുന്നുണ്ട്, നല്ല വ്യൂസും ഉണ്ട്, നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ചെയ്തത് വഞ്ചനയാണ്, അത് സ്വന്തം മകളോട് ചെയ്ത വഞ്ചനയാണ്. കാരണം അമൃത സുരേഷാണ് മകളുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ പഠിക്കുന്നതായാലും വസ്ത്രം, ഭക്ഷണം, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമൃത സുരേഷാണ്. ആകെ ഒരു അച്ഛന്റെ വക ചെയ്തിട്ടുള്ളത്
15 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണ്. അത് ഇവര് പറഞ്ഞിട്ടല്ല, അത് കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്. മകൾക്ക് വേണ്ടി ഇത്ര രൂപ കൊടുക്കണം എന്നുള്ളത്. അത് കോടതിയെയും ഇവരെയും പറ്റിച്ച് സ്വന്തം കയ്യിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അതും സ്വന്തം മകളോട്. കഴിഞ്ഞ വർഷം ഈ അച്ഛൻ തന്നെയാണ് സോഷ്യൽ മീഡിയന് മുമ്പ് വന്ന് ഇരുന്ന് കരഞ്ഞത്. മകൾക്ക് എന്നെ ഇഷ്ടമല്ല, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഞാൻ ഇനി ഉപദ്രവിക്കാൻ വരില്ല, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല, അങ്ങനെയൊന്നും പറഞ്ഞ് കരഞ്ഞിട്ടും എനിക്ക് എൻ്റെ മകളെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത്രയും മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനാണോ ഒരു 15 ലക്ഷം രൂപ മകൾക്ക് വേണ്ടി ഇട്ട ആ പൈസനെ വിഡ്രോ ചെയ്ത് സ്വന്തം കയ്യിലാക്കിയിട്ട് മിണ്ടാതിരിക്കുന്നത്? ഇന്നലെയാണ് ഈ കേസ് അമൃത സുരേഷ് കൊടുത്തിട്ടുള്ളത്. ഇന്നലെയാണ് ഈ ഒരു ന്യൂസ് നമ്മൾ കാണുന്നത്. അപ്പത്തേനും ഈ ഒരു വിഷയത്തിനെ കുറിച്ച് അറിയാനായിട്ട് ബാലനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാലയുടെ മറുപടി ഇങ്ങനെയാണ്. ബാല മോളുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തു, ആ ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തു എന്നാണ് അമൃത പറയുന്നത്. ശരിയാണോ അത്? ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കേൾക്കുന്നത്. എന്താണുള്ളത് ഞാൻ അന്വേഷിക്കുന്നു. കുറേ കേസ് പിന്നെയും വന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ ഞാൻ ഒരു സ്വസ്ഥമായിട്ട് ഒരു മാരേജ് ലൈഫില് ഒരു പ്രശ്നമില്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പരാതികൾ പിന്നെയും വരുന്ന എനിക്ക് അറിയുന്നില്ല. അപ്പൊ മീഡിയക്കാര്, ന്യൂസ് ചാനലുകാര് ബാലനെ വിളിച്ച് ഈ കാര്യം അന്വേഷിക്കുമ്പോഴത്തേനും ബാലയ്ക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. എന്ത് പറയണമെന്നും പോലും ബാലയ്ക്ക് അറിയുന്നില്ല. അതുകൊണ്ട് ബാല പറയുന്നത് അറിയില്ല, ഞാനിപ്പോഴാണ് അറിയുന്നത്, ഈ ഒരു കാര്യം ഇപ്പോഴാണ് അറിയുന്നത്, ഞാനിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് ഒരു നല്ല ജീവിതത്തിൽ കുടുംബജീവിതമായി മുന്നോട്ട് പോകണം. അവര് ചോദിച്ചത് ഈ ഒരു അമൃത കൊടുത്തിട്ടുള്ള കേസിനെ കുറിച്ചിട്ടാണ്. ആള് പറയുന്നത് ആളുടെ കുടുംബജീവിതത്തെ പറ്റിയാണ്. ആൾ വിവാഹം ചെയ്തോ അല്ലെങ്കിൽ ആൾ സുഖമായിട്ടാണോ ജീവിക്കുന്നത്, സന്തോഷമായിട്ടാണോ എന്നല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പം ആൾക്ക് പ്രത്യേകിച്ച് പറയാൻ മറുപടിയില്ല. ആൾ സ്വന്തം മകളെ തന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. അതാണ് ഇതിലുള്ള സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബാലയ്ക്ക് നല്ല ശിക്ഷ കിട്ടാനുള്ള വകുപ്പൊക്കെ തന്നെയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കോടതിയടക്കം വഞ്ചിച്ചിട്ടാണ് ബാല ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതെന്തായാലും ഇനിയിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെ വിശ്വസിക്കണോ. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുറ്റമല്ല ബാല ചെയ്തിട്ടുള്ളത്.